എനിക്ക് ഈ പടി ഇറങ്ങാൻ പോലും വയ്യ, അത്ര കഷ്ടമാണ്. ഇപ്പം ഇവിടെ നിന്ന് ബാങ്കാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയിരിക്കുന്നു. ആ പണമുള്ള ബാങ്ക്, ഗ്രാമീണ ബാങ്ക്, ആ ബാങ്കിലാണ് എൻ്റെ അക്കൗണ്ട്. എനിക്ക് പൈസ അതോട് നടക്കാൻ വയ്യാത്തോളം ഞാൻ ചെന്ന് പറഞ്ഞത് എഴുതിക്കൊട്ട് ഈ പെൻഷൻ വീട്ടിൽ കൊണ്ട് തരണമെന്ന്. അപ്പം അങ്ങനെയാണ് കൊണ്ട് തന്നുകൊണ്ടിരിക്കണം. അതിപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നാൽ എന്ത് ചെയ്യണം? മരുന്നിനും ഗുളികയ്ക്കും ഒക്കെ പൈസകൾ ആവശ്യം. പിന്നെ നമ്മളിനി എന്ത് ചെയ്യണം? ഇഴഞ്ഞെങ്കിലും പോവാമെങ്കിൽ പോയി പറ്റാം, അതെ പിന്നെ അവരെ ഇഷ്ടം പോലെ നടക്കും. കണ്ടല്ലോ, ഇതുപോലെ പ്രായമായിട്ടുള്ള ഒരുപാട് അമ്മമാരും അച്ഛന്മാരൊക്കെ ഉണ്ട്, നടക്കാൻ വയ്യാത്തതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു ആശ്രയം തന്നെയായിരുന്നു ഈ വീടുകളിൽ ഈ പെൻഷൻ തുക എത്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, അത് നിർത്തലാക്കിയിരിക്കുക. ഈ വയ്യാത്തവരൊക്കെ എങ്ങനെ ഈ ബാങ്കിൽ പോയിട്ട് ഈ പൈസ വാങ്ങിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കുറച്ച് കടുത്തു പോയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ജനങ്ങൾക്ക് പ്രയോജനമുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ വരട്ടെ, അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതൊക്കെ നല്ല കാര്യം തന്നെയാ. പക്ഷെ എന്ന് കരുതിയിട്ട് ഇതുപോലെ പ്രായമായ ആൾക്കാർക്കൊക്കെ ഇങ്ങനൊരു തിരിച്ചടി, അത് കൂടിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പൊ കയറിയിരിക്കുന്ന സർക്കാരിനോട് വെറുപ്പാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോരോ മാറ്റങ്ങൾ, അത് ജനങ്ങൾക്ക് തിരിച്ചടി തരുന്ന ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളാണ് വോട്ട് ചെയ്ത് എല്ലാരെയും വിജയിപ്പിച്ചത്. പക്ഷെ ആ ജനങ്ങൾക്ക് തന്നെ ഇപ്പോൾ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും കഷ്ടത്തിൽ കിടക്കണം, നമുക്ക് പൈസ വീട്ടിൽ തരൂല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ? എന്തോന്ന് സർക്കാർ ചെയ്യുന്ന ഉപകാരങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ തരൂല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ? ഈ ഹാർട്ടിൻ്റെ അസുഖമുള്ള എനിക്ക് ആ പടിയൊന്നും കയറാൻ വയ്യ മോളെ. ഇനി എന്ത് ചെയ്യണമെന്ന് നിങ്ങളൊക്കെ തീരുമാനിച്ച് പറയും, അത്രയേ ഉള്ളൂ. നല്ലൊരു മനുഷ്യ ഇവിടെ കൊണ്ടുവന്ന് തന്ന് ഞാൻ ഒപ്പിട്ട് കൊടുത്താണ് വാങ്ങിക്കുന്നത്. ഇപ്പം തന്നെ ഈ പനി വന്ന് 1 മാസത്തിൽ കൂടുതലായി മക്കളെ. അവിടെ ഒപ്പിട്ട് കൊടുക്കാൻ ഇന്ന് ഒരാളെ ഞാൻ വിളിച്ച് അവരും കൂടെ വന്നാണെന്ന് കൈ അടയാളപ്പെടുത്തി കൊടുക്കാൻ പോയി. എനിക്ക് ഈ പടി ഇറങ്ങാൻ പോലും വയ്യ, അത്ര കഷ്ടമാണ്. ഇപ്പം ഇവിടെ നിന്ന് ബാങ്കാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയിരിക്കുന്നു. ആ പണമുള്ള ബാങ്ക്, ഗ്രാമീണ ബാങ്ക്, ആ ബാങ്കിലാണ് എൻ്റെ അക്കൗണ്ട്. എനിക്ക് പൈസ അതോട് നടക്കാൻ വയ്യാത്തോളം ഞാൻ ചെന്ന് പറഞ്ഞത് എഴുതിക്കൊട്ട് ഈ പെൻഷൻ വീട്ടിൽ കൊണ്ട് തരണമെന്ന്. അപ്പം അങ്ങനെയാണ് കൊണ്ട് തന്നുകൊണ്ടിരിക്കണം. അതിപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നാൽ എന്ത് ചെയ്യണം? മരുന്നിനും ഗുളികയ്ക്കും ഒക്കെ പൈസകൾ ആവശ്യം. പിന്നെ നമ്മളിനി എന്ത് ചെയ്യണം? ഇഴഞ്ഞെങ്കിലും പോവാമെങ്കിൽ പോയി പറ്റാം, അതെ പിന്നെ അവരെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇത്ര നാളത്തെ ഭരണത്തിൻ്റെ പെട്ടത്തോര് വരിയില്ലല്ലോ. ഇപ്പം ജനദ്രോഹമല്ലേ കാണിക്കുന്നത്. അവർ കൊണ്ട് തരിയില്ല നിർബന്ധമാണെങ്കിൽ അവരെ ഇഷ്ടം നടക്കട്ടെ, നമുക്ക് വെള്ളം കുടിക്കണമല്ലോ. അപ്പൊ ഇവരെ ഉദ്ദേശം എന്തൊരു നിർത്തലാക്കാനാ? ഇങ്ങനെയൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് നിർത്തണം, ഇതായിരിക്കണം അവരെ ഉദ്ദേശം, അല്ലാതെ വേറെ ഒന്നുമല്ല. 3000 കൊടുക്കാന്ന് പറഞ്ഞിട്ട് എവിടെ? എന്തിനിങ്ങനെ കള്ളം പറഞ്ഞ് വോട്ട് വാങ്ങിക്കുന്നത്? അവര് കൊടുത്ത അതേ 2000, അതിലൊരു മാറ്റവും വന്നില്ല. നമുക്ക് വീട്ടിൽ കൊണ്ടുവരുന്ന വാങ്ങിക്കുന്നതാണ് നമുക്ക് എളുപ്പം. അല്ലാതെ ബാങ്കിൽ പോയാലും ഒരു അർബാദം കാണൂല, ഒറ്റയ്ക്കും ആൾക്കൂട്ടമായിരിക്കും. കാലും കറുത്തണ്ട് വയ്യാതെ പഠിക്കട്ടൊക്കെ കയറണ്ടേ മക്കളെ. അയ്യോ, എനിക്ക് വീട്ടിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അത് മതി. എനിക്ക് 81 വയസ്സായി. എനിക്ക് അവിടെ പോകാൻ എൻ്റെ കണ്ണ് കാഴ്ചയില്ല, ആരും കൂടെ വരാനില്ല. ഭക്ഷണം തന്നെ കോരി കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അതിനിടയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് വീട്ടിൽ തന്നാൽ മതി മോനെ, അല്ലാതെ എനിക്ക് ബാങ്കിൽ പോകാൻ പറ്റില്ല. വലിയ കഷ്ടപ്പെട്ട് കഴിയാണ് ഞങ്ങൾ. ഇത് വാടക വീടാണ്. അങ്ങനെയൊക്കെ ഉള്ളിടത്തിൽ ഈ ബാങ്കിലൊന്നും പോകാനും എടുക്കാനൊന്നും നിരപരാധിയാണ്. എനിക്ക് കണ്ണും കാഴ്ചയില്ല, ഇതുകൊണ്ട് ജീവിക്കുകയാണ്. അത് തീർന്ന് ഒന്നുമില്ല, ഉള്ള ഗുളികൾ അത്രയും വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദേവിയേത് ഭഗവാനെ വിചാരിച്ച് ഞങ്ങൾക്ക് വീട്ടിൽ തന്നാൽ മതി. നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്, പോകാനൊന്നും പറ്റില്ല കേട്ടോ. നമുക്കിനിപ്പോൾ ഈ SP പടിയൊന്നും കയറാക്കൂല, നമുക്ക് വീട്ടിൽ കൊണ്ടുവരണമെന്നാണ് ഉള്ള ആശ. 10 വർഷം കൊണ്ട് വീട്ടിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്, വീട്ടിൽ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇതാ ഇങ്ങനെ പറയണത് എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എനിക്കാണെങ്കിൽ എഴുത്തും വായനയൊന്നും അറിഞ്ഞുകൂടാ, പഠിത്തം പഠിച്ചിട്ടില്ല. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നുകൊണ്ടിരുന്ന് വാങ്ങിക്കുമായിരുന്നു. ഇപ്പോൾ ഇതാ ഇങ്ങനെ പറയണം, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ വീട്ടിലേക്കുള്ളത് പിന്നെ വേറെ മാതിരി ക്യാൻസലാക്കാൻ പറ്റൂല, അത് പഴയ മാതിരി തന്നെ വരട്ടെ, തുടരട്ടെ, അങ്ങനെ പറ്റൂ പോരെ? അത് തന്നെയാണ് വേണ്ടത്. വീട്ടിൽ കൊടുക്കുന്നത് വീട്ടിൽ തന്നെ കൊണ്ടു കൊടുക്കണം. അത് പെട്ടെന്ന് വീട്ടിൽ കൊടുക്കാൻ ഏതായാലും പെട്ടെന്ന് കൊടുക്കണ്ടാണ്.
ഇന്നത്തെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ എന്താ കാരണം പറയണ്ടേ? വയ്യാത്തവരെ പരിഗണിക്കണം. ഇപ്പൊ തന്നെ നമുക്ക് കൈ കിട്ടണമെങ്കിൽ ഇത്രയും നല്ലതല്ലേ. മറ്റിപ്പോ നമ്മള് ബാങ്കിലേക്ക് പോകണം, പിന്നെ ഇപ്പൊ എപ്പോഴാ വന്നോ അല്ലേന്ന് അറിയില്ല, പിന്നെ അത് തെരഞ്ഞു പോണ്ടേ. ഇതിപ്പോ പറഞ്ഞാൽ വീട്ടിൽ കിട്ടുകയാണെങ്കിൽ നമ്മളെ ഉപകാരത്തിനായി എത്രയും പെട്ടെന്ന് ചിലപ്പോൾ കൈ കിട്ടുകയാണെങ്കിൽ. അല്ലാതെ ഇപ്പൊ നമുക്കിപ്പോ അവിടെ പോയി പിന്നെ മാസം വന്നോ നോക്കി നിൽക്കണ്ടേ. ഇടതുപക്ഷ സർക്കാർ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ അയ്യോ പാവങ്ങളോട് ഇമാതിരി വിസ്മയച്ചെയ്ത്ത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. വളരെ കഷ്ടം തോന്നുന്നു. പ്രിയമുള്ളവർ, എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് ഫാദറിൻ്റെ ഫാമിലി പെൻഷൻ ലഭിക്കുന്നുണ്ട്. നാളെ ഇതുവരെ അതൊരിക്കലും ഞങ്ങൾ ബാങ്കിലേക്ക് മാറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അത് മാസാമാസം പോസ്റ്റ്മാൻ ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിങ്ങനെ കൈനീട്ടി മേടിച്ചൊരു ഒപ്പൊക്കെ ഇട്ട് കൊടുത്ത് അതിങ്ങനെ എണ്ണി നോക്കിയിട്ട് എന്നോട് ചോദ്യമുണ്ട്, എടാ പെൻഷൻ വന്നു, നിനക്ക് വല്ലതും വേണോന്ന്. ഞാനിങ്ങനെ വെച്ചോ എന്നിങ്ങനെ അങ്ങ് പറയും. അതാ പതിവ്. അത് കേട്ട് കഴിയുമ്പോൾ അതിങ്ങനെ കൊണ്ടുപോയിട്ട് ആ ബാഗിൽ കൊണ്ടുപോയി ഇങ്ങനെ തിരുമ്മി അതങ്ങനെ വെക്കും. അന്നേരം അവരനുഭവിക്കുന്ന ആ മുഖത്ത് വിരിയുന്ന ഒരു ആത്മവിശ്വാസത്തിൻ്റെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ആത്മസംതൃപ്തിയുടെ ആ ഒരു അവകാശബോധമൊക്കെ ഉണ്ടല്ലോ, അത് കാണുന്നത് ഒരു സുഖമാണ്. അല്ലെങ്കിൽ ഇത് ബാങ്കിലേക്കാക്കാൻ ഞങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ? പക്ഷേ ആ ഒരു വയസ്സായ ഒരു മനുഷ്യന്, അല്ലെങ്കിൽ ഒരു വയ്യാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പണം ഒരു പ്രധാന ഘടകമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ. അതിങ്ങനെ കൈ കിട്ടുമ്പോഴുള്ള ആ ഒരു നിർവൃതിയുണ്ട്. മനസ്സിലായോ? ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് ആരാണ് ഈ ക്ഷേമ പെൻഷൻ അർഹരായവർ? അയ്യോ പാവങ്ങളല്ലേ, അയിറ്റപ്പഴ പാവങ്ങളല്ലേ. അവർ വന്നിട്ട് ഓട്ടോ വിളിച്ചു പോയി, നടക്കാനും വയ്യാതെ ഈ ബാങ്കുകളിൽ പോയി നിന്നിട്ട് ആരെ കൊണ്ടെങ്കിലും എന്തെങ്കിലും പൂരിപ്പിച്ച് ഈ കഷ്ടപ്പാട് മുഴുവൻ കാണിച്ച് അതിനവർക്ക് പൈസ ചിലവ് എത്ര വരും? ആലോചിച്ച് നോക്കി. 2500 രൂപയല്ലേ കിട്ടുന്നത്. അതിന് ചിലവാക്കണ്ടേ? അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് വരും? ഇതുങ്ങളെ കൊണ്ട് കൊണ്ടുപോകാൻ ഒരാൾ വേണം എൻ്റെ അവസ്ഥയുള്ളവരുണ്ട് ഇല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് ബാങ്കിലേക്ക് ATM കാർഡ് വെച്ചെടുക്കാം. അപ്പോൾ ആ വീട്ടിലോ മക്കളോ കുടുംബക്കാരോ ബന്ധുക്കളോ അല്ലെങ്കിൽ അയൽക്കാരോ ആയിട്ട് ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ പൈസ അവർക്ക് എടുത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടാകുന്ന മിസ്യൂസിങ് നടന്ന് ആലോചിക്കുക. പൊതുവെ സാമ്പത്തിക സ്ഥിതി അല്പം കുറഞ്ഞ വീടുകളാണെങ്കിൽ ആ പൈസ ദാരിദ്ര്യം കൊണ്ട് ചിലവാക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഇത് മേടിച്ചിട്ട് പോയി കള്ള് മൂഞ്ചുന്നവരുണ്ടാവില്ലേ? ഇല്ലേ? സംഭവിക്കില്ലേ? അത് ആ പാവങ്ങൾക്ക് എന്ത് സെക്യൂരിറ്റിയാണ് ഈ തുകയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നത്? അതാ കൈനീട്ടി അവരെ കയ്യിൽ മേടിച്ചാൽ തലയണക്കിൽ കൊണ്ടുപോയി വെച്ചിട്ട് അതിൽ നിന്ന് നുള്ളിപ്പറിക്ക് ഓരോ കാര്യങ്ങൾ ചെലവഴിക്കുമ്പം ആ വൃദ്ധ മനുഷ്യർക്ക്, അല്ലെങ്കിൽ ആ വയ്യാതെ പോയ ആ മനുഷ്യർക്ക് അവർക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസവും ഒരു സന്തോഷം ഉണ്ടാകും. അത് കണക്കുകൂട്ടി അതിനു വേണ്ടിയല്ലേ ഇടതുപക്ഷ സർക്കാർ അത് കൊടുത്തത്. ഞാൻ പറയാം, ഇത് UDFിന്റെ പദ്ധതി അല്ല. ഇതിന്റെ ചീട്ട് വരുന്നത് വടക്കുന്ന, ഇത് വടക്കന ഉറപ്പാ. പക്ഷെ കേരള സമൂഹമേ, നിങ്ങൾക്ക് ഇതുപോലൊരു തെറ്റ് സംഭവിക്കാൻ പാടില്ലായിരുന്നു, നിങ്ങൾക്ക് സംഭവിക്കാൻ പറ്റില്ല. പക്ഷെ ഈ വിഷയത്തിലും ഈ സമൂഹത്തിലെ ഇടച്ചേരിക്കും മേച്ചേരിക്കും യാതൊരു വികാരവും തോന്നില്ല. കാരണം അത് അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു നിർത്തിയ അതേ സബ്ജക്റ്റ് തന്നെയാണിത്. ഓർമ്മയില്ലേ കേന്ദ്രത്തിലെ ഗ്യാസിന്റെ സബ്സിഡി ബാങ്കിലേക്ക് കൊലത്തിയത്? എന്നാൽ കേരളത്തിലെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഈ വിഷയത്തിലും. മനസ്സിലായോ സാറേ?